വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അടുത്ത ടോപ്പിക്ക് കേരള നവോത്ഥാന നായകന്മാരാണ്. ഒരു ദിവസം ഒരാളുടെ ഇടുന്നുള്ള വലിയ ലെങ്തി ആയിട്ട് ഇടുന്നില്ല, നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. ഇപ്പം ഓരോന്നായിട്ട് ഓരോ ദിവസം ഇടാം. പിന്നെ കണ്ടിന്യൂസ്ലി എല്ലാവരും അങ്ങ് ഇട്ട് തീർക്കുമല്ല. അപ്പോൾ ഇന്നിത് ഇട്ട് നാളെ ചിലപ്പോൾ SCRT ആയിരിക്കും, അങ്ങനെ മാറ്റിയാട്ടോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ നവോത്ഥാന 41 പേരുണ്ട്. അല്ല, ആദ്യം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ശേഷം നമുക്ക് എല്ലാം നോക്കാതിരിക്കാൻ പറ്റില്ല. എവിടുന്നാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്നാലും ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്നാണ് ഞാൻ ആദ്യം നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ആൾ വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ആദ്യത്തെ വ്യക്തി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 കന്യാകുമാരി നഗറിൽ കോവിലിനടുത്തുള്ള ശാസ്താംകോയിലിൽ സ്വാമിത്തോപ്പിൽ ജനിച്ചു. അപ്പോൾ 1809 മാർച്ച് 12 കന്യാകുമാരിയിലുള്ള സ്വാമിത്തോപ്പിൽ ജനിച്ചു. തമിഴ്നാട്ടിൽ കന്യാകുമാരി നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിലിൽ സ്വാമിത്തോപ്പിൽ ജനിച്ചു. മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. ഇദ്ദേഹം സ്വയം സ്വീകരിച്ച പേര് വൈകുണ്ഠൻ. സ്വാമിത്തോപ്പിൽ നിർമ്മിച്ച കിണർ സ്വാമിക്കിണർ, മുന്തിരിക്കിണർ, മണിക്കിണർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. സ്വാമിത്തോപ്പിൽ നിർമ്മിച്ച കിണർ സ്വാമിക്കിണർ, മുന്തിരിക്കിണർ, മണിക്കിണർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇദ്ദേഹം പണി കഴിപ്പിച്ച ക്ഷേത്രം നിഴൽത്താങ്കൽ. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നും വിശേഷിപ്പിച്ചു. അപ്പോൾ തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നും വിശേഷിപ്പിച്ചു. 1809 മാർച്ച് 12 തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിലിൽ സ്വാമിത്തോപ്പിൽ ജനിച്ചു. മാതാപിതാക്കൾ ആദ്യമിട്ട പേര് മുടിചൂടും പെരുമാൾ. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. ഇദ്ദേഹം സ്വയം സ്വീകരിച്ച പേര് വൈകുണ്ഠൻ. സ്വാമിത്തോപ്പിൽ നിർമ്മിച്ച കിണർ സ്വാമിക്കിണർ, മുന്തിരിക്കിണർ, മണിക്കിണർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇദ്ദേഹം പണി കഴിപ്പിച്ച ക്ഷേത്രം നിഴൽത്താങ്കൽ. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നും വിശേഷിപ്പിച്ചു. രാജഭരണത്തെ എതിർത്തതിനെ തുടർന്ന് 1837 ശിങ്കാർത്തോപ്പ് ജയിലിൽ അടച്ചു. അപ്പോൾ രാജഭരണത്തെ എതിർത്തതിനെ തുടർന്ന് 1837 ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചു. 1838 ജയിൽ മോചിതനായി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സമത്വ സമാജം 1836 ആദ്യത്തെ പ്രസ്ഥാനം ഇദ്ദേഹത്തിൻ്റെയാണ്. സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം വൈകുണ്ഠസ്വാമികളുടെയാണ്. സമത്വ സമാജം 1836. ഇദ്ദേഹത്തിൻ്റെ സംഘടന VSDP വൈകുണ്ഠസ്വാമി ധർമ്മ പരിപാലനം. സമബന്ധി ഭോജനം സംഘടിപ്പിച്ച ആദ്യ സാമൂഹിക പരിഷ്കർത്താവ്. സാമൂഹിക പരിഷ്കർത്താവ്. രാജഭരണത്തെ എതിർത്തതിനെ തുടർന്ന് 1837 ശിങ്കാർത്തോപ്പ് ജയിലിലടച്ചു. 1838 ജയിൽ മോചിതനായി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം സമത്വ സമാജം 1836. ഇദ്ദേഹത്തിൻ്റെ സംഘടന VSDP വൈകുണ്ഠസ്വാമി ധർമ്മ പരിപാലനം. സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്.
അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളാണ്: വേല ചെയ്താൽ കൂലി കിട്ടണം, ജാതിയൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, കുലമൊന്ന്, താൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങളാണ്: വേല ചെയ്താൽ കൂലി കിട്ടണം, ജാതിയൊന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, കുലമൊന്ന്, താൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത വൈകുണ്ഠസ്വാമികളാണ്. എല്ലാവരും ശ്രീനാരായണ ഗുരു ഒക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ശ്രീനാരായണ ഗുരു ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ട് ഇത് വൈകുണ്ഠസ്വാമികളാണ് ഉള്ളതിൽ ചെറുത്. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ സംസാരിച്ചതും പറഞ്ഞതും ഒക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ചെറുതാണ്, എല്ലാവരും നോട്ട് എഴുതി എടുക്കുക. ഇനി നോട്ട് PDF ആയിട്ട് വേണ്ടവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് PDF അറ്റാച്ച് ചെയ്യാൻ അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരിക, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ PDF എങ്ങനെ ടെലഗ്രാം വഴി അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.